മാലിന്യ സംസ്കരണം, വെല്ലുവിളികളും അവസരങ്ങളും. ആമയിഴഞ്ചാൻ തോടിലൊരു ജീവൻ പൊലിഞ്ഞപ്പോഴാണ് കൂടുതൽ ഇത് ചർച്ചാ വിഷയമായതെന്ന്. ശരിയാണ്, റീസൺലി. പക്ഷേ എനിക്ക് തോന്നുന്നത് മാലിന്യ സംസ്കരണത്തെ നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് കാണുകയാണെങ്കിൽ കേരളത്തിൽ ഒരു 2 ഇൻസിഡൻറ്റ് വളരെ ക്രിട്ടിക്കലായിട്ട് കാണാം. ഒന്ന്, വിളപ്പിൽശാല. നമ്മൾ മാലിന്യ സംസ്കരണത്തെ പറ്റി പറയുമ്പോൾ എല്ലാവരും ആദ്യം വിളപ്പിൽശാലയുടെ പിക്ചറാണ് കാണുന്നത്. 2011 സംഭവം. പിന്നീട് ഈ അടുത്തിടെ ഉണ്ടായ നമ്മളുടെയൊക്കെ മെമ്മറിയിൽ വളരെ ഇങ്ങനെ മുഴച്ചു നിൽക്കുന്ന ബ്രഹ്മപുരത്തെ ഫയർ. ഇത് 2023 മാർച്ചിലാണ്. ഇപ്പോൾ 2011, 2023 ഇന്ന്. പ്രോബബിളി ഇത് മൂന്നും നമ്മൾ നോക്കുമ്പോഴത്തേനും വലിയ വ്യത്യാസങ്ങൾ നമ്മളുടെ അപ്രോച്ചുകളിലുണ്ടായിട്ടുണ്ട്. ഞാൻ കൂടുതലും സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഖര മാലിന്യ സംസ്കരണത്തിൻ്റെ ഒരു പശ്ചാത്തലം നിന്നുകൊണ്ടാണ് കൂടുതൽ സംസാരിക്കുന്നത്. പക്ഷേ അതിനകത്ത് നമ്മുടെ മാലിന്യ സംസ്കരണം എന്നുള്ളതിനകത്ത് ഖരവും ദ്രവവും ഉൾപ്പെടും. അത് സ്പീക്കേഴ്സ് അതും കൂടി ടച്ച് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ 2011 വിളപ്പിൽശാല ക്ലോസ് ചെയ്യുമ്പോൾ അതുവരെ നമ്മൾ എടുത്തിരുന്ന സ്ട്രാറ്റജി വ്യത്യസ്തമായ, ഇന്ന് കാണുന്ന ഒരു സ്ട്രാറ്റജി അല്ല നമ്മൾ എടുത്തിരുന്നത്. നമ്മൾ ലോകത്തിലെമ്പാടും മാലിന്യ സംസ്കരണത്തിൽ, ഖരമാലിന്യ സംസ്കരണത്തിൽ എടുത്തിരുന്ന ഒരു സെൻട്രലൈസ്ഡ് മോഡലാണ് അതുവരെ നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരുന്നത്. വിളപ്പിൽശാല ഒരു സെൻട്രലൈസ്ഡ് മോഡലായിരുന്നു. ലാലിയൂർ, കുരീപ്പുഴ, ഇങ്ങനെ ഞെളിയമ്പറമ്പ്. സോ ഇതുപോലെ പല പ്രധാനപ്പെട്ട അർബൻ മേഖലകളിലൊക്കെ നമുക്ക് ഇതുപോലത്തെ വലിയ പ്ലാന്റുകളുണ്ടായിരുന്നു, സെൻട്രലൈസ്ഡ് സൊല്യൂഷൻ. അതിൻ്റെ ഒരു പരാജയമാണ് ആക്ച്വലി 2011 കണ്ടത്. അപ്പോൾ അതുവരെ നമ്മൾ സെൻട്രലൈസ്ഡ് പ്ലാന്റ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോളിസിപരമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നിടത്ത് നിന്ന് പിന്നെ കണ്ടത് ടോട്ടലി ഒരു ചേഞ്ചാണ്. 2011 മുതൽ ഇങ്ങോട്ട് കാണുന്നതെന്ന് പറയുന്നത് നമ്മളുടെ ഡീസെൻട്രലൈസേഷൻ്റെ ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഒരു കേരള മോഡൽ പടുത്തുയർത്തുകയായിരുന്നു. അപ്പോൾ ആ കേരള മോഡൽ സക്സസ്ഫുൾ ആണോ അല്ലയോ എന്നൊക്കെ എനിക്ക് തോന്നുന്നത് ഇനി നിങ്ങൾ സംസാരിക്കുന്ന ശാരദാ മാഡവും അതുപോലെ അനുപമയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒത്തിരി വെല്ലുവിളികളുണ്ട്, പക്ഷേ ഒത്തിരി കൂടുതൽ അവസരങ്ങൾ ഇത് ഓപ്പൺ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതിനുശേഷം വന്ന ഈ ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ചിൽ ഇത് നമുക്കൊരു ലേണിങ്ങിന് വേണ്ടിയിട്ട് മറ്റ് സ്ഥലത്തു നിന്നൊന്നും കോപ്പി ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. കേരളം തനതായിട്ട് തുടങ്ങിയ മോഡലാണ്. നമ്മളുടെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക, ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഇതിനെ കാണുക, ഇതിനെ കേന്ദ്രീകൃതം എന്നുള്ളത് കംപ്ലീറ്റ് ഒഴിവാക്കുക എന്നൊക്കെ ഉള്ള ആ മോഡൽ 2011 വരെ കൊണ്ടുവന്നു. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ പ്രോഗ്രസ് എത്രമാത്രം വന്നു, ഉദ്ദേശിച്ച രീതിയിൽ വന്നു എന്നുള്ളത് കുറച്ച് കണക്കുകളൊക്കെ നോക്കുമ്പോൾ അറിയാം. എനിക്ക് തോന്നുന്നു അനുപമ നമ്മുടെ 2023 ഈ ബ്രഹ്മപുരം തുടങ്ങുമ്പോൾ നമ്മൾ എവിടെയായിരുന്നു, ഇപ്പോൾ എവിടെയായിരുന്നു എന്നുള്ള ആ ഒരു ഇതിനകത്ത് അത് കുറച്ചും കൂടെ നമ്പേഴ്സ് മനസ്സിലാവും. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഇപ്പോൾ ഈ 2023 മാർച്ചിൽ ബ്രഹ്മപുരത്ത് ഒരു തീ വന്ന ഒരു സാഹചര്യത്തിൽ പിന്നീട് നമ്മുടെ പോളിസി പരമായിട്ടൊക്കെ വന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ടോട്ടലി ഡീസെൻട്രലൈസ്ഡ് എന്നുള്ളതിന് പകരം ഒരു ഹൈബ്രിഡ് മോഡലിനെ പറ്റി ആലോചിക്കാൻ തുടങ്ങിയിട്ടുള്ള ഡീസെൻട്രലൈസ്ഡിൻ്റെ അതിൻ്റെ മുഴുവൻ ശക്തിയും അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് ഒരു ആവശ്യമുള്ളിടത്ത് ഒരു ക്ലസ്റ്റർ ലെവൽ അപ്രോച്ചും കൂടി പറ്റും എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു മാറ്റം 2023 ശേഷം വന്നു. 2023 മാർച്ച് മുതൽ ഇന്നുവരെ ഈ ഏതാണ്ട് 2 വർഷത്തിൽ താഴെ സമയം കൊണ്ട് കേരളത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് ഒരു വലിയ മാറ്റമാണ്. അത് സംബന്ധിച്ച് അതിന് നേതൃത്വം നൽകിയിട്ടുള്ള ആളാണ്, നമ്മളെ മുമ്പിൽ നിന്ന് നയിച്ചിട്ടുള്ള ആളാണ് ഇന്നത്തെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ശാരദാ മാം. അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിനെ നേതൃത്വം നൽകുന്ന സമയത്താണ് ഈ ഒരു
ഈ തീ വരുന്നത്. സത്യത്തിൽ ആ തീ അങ്ങനെ ആ ഒരു സമയത്ത് വന്നത് ഒരു ഭാഗ്യം എന്ന രീതിയിലേക്ക് വരത്തക്ക രീതിയിൽ അതിനെ ഒരു അവസരമാക്കി മാറ്റി ആ അവസരത്തെ ഉപയോഗിച്ച് വലിയ മാറ്റങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നു. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മളുടെ ഖരമാലിന്യ സംസ്കരണത്തിൻ്റെ ഇന്നത്തെ ഒരു സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ അജൈവ മാലിന്യം, ഇപ്പോൾ നമ്മൾ ആദ്യം മുതലേ പറയുന്നുണ്ട് അജൈവ മാലിന്യമാണ് നമുക്ക് പ്രശ്നം. ജൈവം നമുക്ക് മാനേജ് ചെയ്യാം, സ്വന്തമായിട്ട് വേണമെങ്കിലും മാനേജ് ചെയ്യാം. പക്ഷെ അജൈവം എന്ന് പറയുന്നത് ഒരു ഇടപെടലുകളിലൂടെ മാത്രം നമുക്ക് കോർത്തിണക്കി കൊണ്ടുവരേണ്ട കാര്യമാണ്. അപ്പോൾ അതിനാണ് സിസ്റ്റംസും ഫെസിലിറ്റീസും ഒക്കെ കൂടുതൽ ഗവൺമെൻറ് സെക്ടറിൽ ഉണ്ടാവേണ്ടത്, പബ്ലിക് സെക്ടറിൽ കൂടുതൽ ഉണ്ടാകേണ്ടത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ നമ്മൾ വളരെയേറെ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ഇന്ന് കേരളത്തിൽ ഏതാണ്ട് 92% ജനറേറ്റേഴ്സും എൻ്റെ വീട്ടിൽ നിന്ന് ഡോർ ടു ഡോർ കളക്ഷൻ ഇന്ന് ഇവിടെ നടക്കുന്നുണ്ട്. കേരളത്തിലെ മുഴുവൻ ഹൗസ് ഹോൾഡും അതുപോലെ തന്നെ കടകളും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ എടുത്താൽ 92% സ്ഥലത്തു നിന്നും ജനറേറ്റേഴ്സിൽ നിന്നും ഇന്ന് ഹരിതകർമ്മസേന എന്ന നമ്മളുടെ ചേച്ചിമാരും അമ്മമാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ അവർ കലക്ട് ചെയ്ത് 37,000-ഓളം പേര് കലക്ട് ചെയ്ത് ഇന്ന് അത് മാനേജ് ചെയ്യത്തക്ക രീതിയിൽ അതിൻ്റെ പ്രോസസ്സ് എല്ലാം ഞാൻ ഫൈൻ ട്യൂൺഡ് ആണെന്ന് പറയില്ല, പക്ഷെ പ്രോസസ്സ് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി നമുക്കതിൻ്റെ ഒരു ഫൈനർ വേർഷനിലേക്ക് പോകാനുണ്ട്. അത് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട്. ജൈവ മാലിന്യത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ ഫർദർ ഡിസ്കഷൻസിനകത്ത് വരും. കേരളം ഒരു ഡെഫിക്കേഷൻ ഫ്രീ ആയിട്ടുള്ളൊരു സംസ്ഥാനമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതിനപ്പുറത്ത് നമ്മൾ വേസ്റ്റിനെ ഒന്നും കണ്ടിരുന്നില്ല. അപ്പം അങ്ങനെ കാണാത്ത വേസ്റ്റ്, അപ്പം അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് കമ്മീഷണർ റൂറൽ ഡെവലപ്മെൻ്റ് ആയിട്ടിരുന്ന് നമ്മൾ ഇപ്പോൾ ഒരൊറ്റ പഞ്ചായത്ത് മാത്രം, വട്ടവട പഞ്ചായത്ത് മാത്രം നമുക്ക് ഒന്ന് ഇപ്പോൾ 100% ODF ആക്കാൻ പറ്റിയില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് നമ്മൾ സിക്കിമിൻ്റെ പുറകെ ആയിപ്പോയി. അല്ലെങ്കിൽ വി വുഡ് ഹാവ് ബീൻ ദ വെരി ഫസ്റ്റ് സ്റ്റേറ്റ് ടു ബിക്കം കംപ്ലീറ്റ്ലി ODF. ആൻഡ് അന്ന് അവർ പറഞ്ഞത്, നിങ്ങൾ 20 വർഷം കഴിയുമ്പോൾ അടുത്ത സെക്കൻഡ് ജനറേഷൻ പ്രശ്നങ്ങൾ നിങ്ങളെ ഒരു ഭൂതം പോലെ വന്ന് ഉപദ്രവിക്കാൻ വരും. ആൻഡ് സെക്കൻഡ് ജനറേഷൻ പ്രശ്നങ്ങൾ എന്താണ് അവർ പറഞ്ഞത് നിങ്ങളിപ്പോൾ ഒന്ന് ODF ആയില്ലേ, ഇനി ലീച്ചറ്റിൻ്റെ പ്രശ്നങ്ങൾ വരും, നിങ്ങൾ ഇപ്പം ഈ സാനിറ്റേഷൻ്റെ തന്നെ സെക്കൻഡ് ജനറേഷൻ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞു. ഇന്ന് അവർ ആ പറഞ്ഞത് കറക്റ്റാണ്. ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജലാശയങ്ങൾ കംപ്ലീറ്റ് മലിനമായി പോയിരിക്കുകയാണ്. ഇതിപ്പം എന്തുകൊണ്ട് ഈക്വലായി കണ്ടാമിനേഷൻ ഉണ്ടാവുന്നു? ഈക്വലായി കണ്ടാമിനേഷൻ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ സെപ്റ്റേജ് ഇപ്പം നമ്മുടെ സെപ്റ്റിക് ടാങ്കുകളൊക്കെ കാലഹരണപ്പെട്ടു പോയതുകൊണ്ട്, നേരെ കൺസ്ട്രക്ട് ചെയ്യാത്തതിൻ്റെ പ്രശ്നം വന്നുകൊണ്ട് അവിടുന്ന് നമുക്ക് 3 വർഷം കൂടുമ്പോഴത്തേക്കും ഒരിക്കൽ നമുക്ക് നമ്മുടെ സെപ്റ്റേജ് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നല്ല ടാങ്ക് പണിതിട്ടുണ്ടായിരുന്നെങ്കിൽ. നമ്മൾക്ക് ആർക്കും ആ പ്രശ്നം വരാത്തതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളുടെ ടാങ്കുകളൊന്നും തന്നെ നേരെ പണിതിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ വേസ്റ്റിൽ ഈ സെപ്റ്റേജ് സ്ലറി കയറിയിട്ട് സോൾഡിഫൈ ചെയ്യുന്നു, ബാക്കി മുഴുവനും ഇത് മണ്ണിലോട്ട് അലിഞ്ഞു പോകുന്നു. ആ മണ്ണിൽ അലിഞ്ഞു പോകുന്നത് അങ്ങനെ ഒഴുകി നമ്മുടെ ഇവിടേക്കും നമ്മുടെ ജലാശയങ്ങളിലോട്ടും കടന്നു പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഒരു ഭാഗത്ത്. മറുഭാഗത്ത് പ്ലാസ്റ്റിക് വരുന്നു. ഈ പ്ലാസ്റ്റിക് ഇപ്പം സാനിറ്റേഷൻ മാത്രം കൈകാര്യം ചെയ്യുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് പെട്ടെന്ന് ഖരമാലിന്യം കൈകാര്യം ചെയ്യണത്രേ. അവർക്കറിയില്ല അതെന്ത് ചെയ്യണമെന്ന്. അവർക്കതിനുള്ള സംവിധാനമില്ല, അതിനുള്ള സെറ്റപ്പില്ല. നമ്മൾ റോഡൊക്കെ വൃത്തിയാക്കി ശരിയാക്കി എടുക്കുമായിരിക്കും, പക്ഷെ അതിനപ്പുറത്ത് ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റിനുള്ള ഒരു ഓറിയൻറ്റേഷൻ വാസ്തവത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കില്ല. അപ്പോൾ ആ ഒരു പൊസിഷനിൽ നിന്ന് വരുമ്പോഴാണ് വലിയ നഗരങ്ങൾ അതിപ്പം വെളപ്പിൽശാല തന്നെ ഉണ്ടായി വന്നത്. എന്തുകൊണ്ടാണ്? വെളപ്പിൽശാല ഒരു സിറ്റി, അന്നത്തെ സിറ്റി ഗവൺമെൻറ് ഇങ്ങനെ നിൽക്കുന്ന മാലിന്യത്തിന് ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചതുകൊണ്ടാണ്. പൂർണ്ണമായിട്ടുള്ള പരിഹാരം അവരുടെ കയ്യിലില്ല, സ്റ്റേറ്റിന് പറഞ്ഞു കൊടുക്കാനായിട്ടില്ല, ടെക്നിക്കലായിട്ട് നമുക്ക് ആർക്കും തന്നെ അതിൻ്റെ അറിവുണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളത് വെച്ചുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടോ, പഴയ വലിയ കന്നാസ് പോലത്തെ ഇത് വെച്ചുകൊണ്ട് വേസ്റ്റ് നമ്മളത് എല്ലാം അതിനകത്ത് തട്ടിയിടുമായിരുന്നു. അത് കിടന്ന് നാറ്റം കൊണ്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വേസ്റ്റ് ക്ലിയർ ചെയ്യുന്നതിലേക്ക് വേണ്ടി വാഹനങ്ങൾ കൊണ്ടുവന്നു.
ആൻഡ് ഇതിനും കുടുംബശ്രീയെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിരുന്നു. അപ്പോൾ വീടുകളിൽ കൃത്യമായിട്ട് നമ്മൾ ദിവസം പ്രതി ജൈവ മാലിന്യവും ആഴ്ചയിൽ ഒരിക്കൽ അജൈവ മാലിന്യവും കളക്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി. ആ അജൈവ മാലിന്യത്തിൽ നിന്നാണ് ജൈവ മാലിന്യത്തിൻ്റെ ഈ കളക്ഷന് നമുക്ക് ഒരു ആദായകരമായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് അന്ന് കുടുംബശ്രീക്ക് മാറ്റാനായിട്ട് സാധിച്ചത്. അന്ന് കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്നവരെന്നെ ഞാൻ വേസ്റ്റുകാരികളുടെ അമ്മ എന്നുള്ള രീതിയിലാണ് എന്നെ തിരിച്ചറിഞ്ഞിരുന്നത്. തന്നെ കുടുംബശ്രീ വേറെ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് ആർക്കും ഒരു ധാരണയുണ്ടായിരുന്നില്ല. അന്ന് വേസ്റ്റാണ്. പക്ഷെ ആ വേസ്റ്റ് കൃത്യമായിട്ട് വീട്ടിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നതുകൊണ്ട് ആർക്കും കുറ്റമുണ്ടായിരുന്നില്ല, വലിയ സന്തോഷമായിരുന്നു. അത് ട്രിവാൻഡ്രം സിറ്റി എടുത്ത ഇനിഷ്യേറ്റീവ്. സമാനമായിട്ട് കോഴിക്കോടും കൊച്ചി നഗരങ്ങളും ഈ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ എടുക്കുമ്പോൾ തന്നെ അന്ന് സെഗ്രിഗേഷനെ കുറിച്ചിട്ട് നമുക്കൊരു ധാരണയുണ്ടായിരുന്നില്ല. നമ്മുടെ വേസ്റ്റ് തന്നെ കൂടുതലും ജൈവമാണ് എന്നുള്ളൊരു സങ്കല്പത്തിലായിരുന്നു നമ്മൾ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓർഗാനിക് കമ്പോസ്റ്റിങ്ങും സംവിധാനങ്ങളും കമ്മ്യൂണിറ്റി ലെവലിൽ വീടുകളിൽ തന്നെ നമ്മൾ ഒരു ഹോം സ്റ്റേ ബേസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയാണ് നമ്മുടെ വീടുകളിൽ ഉള്ളത് കൊണ്ട് തന്നെ അത് അതിൻ്റെ വഴിക്ക് അങ്ങ് പൊയ്ക്കോളും എന്നുള്ളൊരു ധാരണ. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്താ, ഒരു ഭാഗത്ത് അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സുകൾ ഉണ്ടായി വരുന്നു, നമ്മളുടെ കൺസംഷൻ ഉയർന്നു വരുന്നു, അർബനൈസേഷൻ കയറി വരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ വേസ്റ്റ് സിസ്റ്റത്തിനകത്തോട്ട് കടന്നു വരുന്നു. ഇത് നമുക്ക് മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് ഒരിടത്തും കൃത്യമായിട്ടുള്ളൊരു പിക്ചർ ഉണ്ടായിരുന്നില്ല ഇത് കൈകാര്യം ചെയ്യാൻ. അപ്പോഴാണ് കാണുന്നത് നമ്മൾ 2016 സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് വരുന്നത്. ഈ റൂൾസിൻ്റെ അകത്ത് വളരെ ക്ലിയറായിട്ട് ഉത്തരവാദിത്വം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ മേളിൽ അർപ്പിക്കുന്നു. ആൻഡ് ഈ റൂൾസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് പലതും കാണുന്നത്. വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സോളിഡും ലിക്വിഡും മാത്രം കണ്ടാൽ പോരാ. ഈ സോളിഡിൻ്റെ അകത്ത് ജൈവം അജൈവം എന്ന് പറഞ്ഞ് കാണണം. ഈ അജൈവത്തിൻ്റെ അകത്ത് തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് വേസ്റ്റ് എന്ന് കാണണം, കൺസ്ട്രക്ഷൻ ഡെമോളിഷൻ വേസ്റ്റ് കാണണം, സാനിറ്ററി വേസ്റ്റ് കാണണം, അങ്ങനെ ഇലക്ട്രോണിക് വേസ്റ്റ് കാണണം, പലതരം വേസ്റ്റുകൾ. ഈ ഇലക്ട്രോണിക് വേസ്റ്റൊക്കെ 2016 വളരെ കുറവാണ്. ഇപ്പോൾ അത് വലിയൊരു തലവേദനയായിട്ട് നമുക്ക് മാറി വന്നിരിക്കുന്നു. ഇപ്പോൾ പലതരത്തിലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരുമ്പോഴത്തേക്കും പുതിയ പുതിയ വേസ്റ്റ് ഉണ്ടായി വരുന്നു. ഈ വേസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള കഴിവ് ഉണ്ടായി എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇത് വരുമ്പോഴത്തേക്കും ഈ സിസ്റ്റത്തിന് അതിനൊപ്പത്തിനൊപ്പം പ്രവർത്തിക്കാനായിട്ട് മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യം. അപ്പോൾ ഇതിലെ അവസരം എന്താണ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിവിടെ നമ്മൾ ഇതെല്ലാം നമ്മുടെ സിസ്റ്റംസൊക്കെ വലിയ പ്രശ്നത്തിലാണല്ലോ, സങ്കീർണമാണല്ലോ, പരിഹരിക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ, പ്രശ്നങ്ങളാണല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും പുറത്തുനിന്ന് വരുന്നവർ പറയുന്നത് ഇതൊരു സ്വാഭാവികമാണ്. ഇത് നിങ്ങൾ മാത്രമല്ല, ഇവിടെ ഈ ലോകത്തിലെ എല്ലാ വലിയ നഗരങ്ങളിലും ഈ ട്രാൻസിഷൻ ഉണ്ടായിട്ടുണ്ട്. There has been a time when every single city state has been overwhelmed by its waste. ആ വേസ്റ്റിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് അവർക്കത് പരിഹരിക്കാനായിട്ടും അത് നിയന്ത്രിക്കാനുമായിട്ടും സാധിച്ചിട്ടുള്ളത്. പക്ഷെ അവിടെ തീരുന്നില്ല. കാരണം ഈ സിറ്റി സ്റ്റേറ്റ്സൊക്കെ ഇത് നിയന്ത്രിക്കുന്ന സമയത്ത് വേസ്റ്റ് ടു എനർജി എന്ന് പറഞ്ഞിട്ട് ഇത് കൊണ്ടുപോകാൻ അവർ കത്തിച്ച് കളയുമായിരിക്കും. അവർ സെൻട്രലൈസ് ആയിട്ട് ഏതെങ്കിലും ഒരു വലിയൊരു സ്ഥലം കണ്ടിട്ട് വേസ്റ്റിന് മുഴുവൻ ഡംപ് ചെയ്തിട്ട് അവർ സിറ്റിയുടെ അദൃശ്യമായാൽ മതിയല്ലോ, നമ്മൾ കാണാണ്ടിരുന്നാൽ മതിയല്ലോ. ആൻഡ് പല സംസ്ഥാനങ്ങൾ പല രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങളിലോട്ട് അവരുടെ വേസ്റ്റിന് തന്നെ അയക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പം അവിടെ നിന്നൊക്കെ മാറിയിട്ട് ക്ലൈമറ്റ് റെസിലിയൻസിൻ്റെ ഭാഗമായിട്ടും കൂടി വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നിങ്ങളുടെ ഇനി നമ്മുടെ എർത്തിൻ്റെ നമ്മുടെ ഭൂമിയുടെ ഭാവിക്ക് തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ പഴയ രീതികളിൽ വേസ്റ്റിനെ നോക്കിയാൽ മാത്രം പോരാ. നമ്മൾ റെസ്പോൺസിബിളായിട്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു രീതിയിലോട്ട് പോകണം. അതെങ്ങനെ പോകും? അങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ജൈവ മാലിന്യത്തിനെ നമുക്ക് കൃത്യമായിട്ട് സംസ്കരിക്കാനായിട്ട് സാധിക്കണം. അജൈവ മാലിന്യത്തിനെ തരംതിരിക്കാനായിട്ട് പറ്റണം, റീസൈക്കിൾ ചെയ്യാനായിട്ട് പറ്റണം. നമുക്ക് അത് ഭൂമിയിലോട്ട് തിരിച്ചു പോയി അത് ഡാമേജ് ചെയ്യുന്നതിനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ കുറയ്ക്കണം. അപ്പോൾ വളരെ വിപുലമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നാലേ ഈ വേസ്റ്റിനെ നമ്മൾ ഒരു റെസ്പോൺസിബിളായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു രീതിയിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് നമ്മൾ കേരളം എടുത്തിരിക്കുന്ന സ്റ്റെപ്പുകളുണ്ടല്ലോ, ഇത് ഒരിടത്തും എടുത്തിട്ടില്ല. 2 ദിവസം മുമ്പ് അനുപമയുടെ മുമ്പ് സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്തിരുന്ന സഫീറുള്ള എന്നെ ബോസ്റ്റണിൽ നിന്ന് വിളിക്കണം, ന്യൂയോർക്കിൽ നിന്ന് വിളിക്കണം.
അപ്പോൾ അദ്ദേഹം വിളിച്ച് പറഞ്ഞത് ബോസ്റ്റണിൽ ഇപ്പം വേസ്റ്റ് മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്തത് കൊണ്ട് തന്നെ വേസ്റ്റിലൊരു അസൈൻമെൻറ്റ് അദ്ദേഹം എടുത്തു ബോസ്റ്റണിൽ. എന്നാൽ അദ്ദേഹം പറയാം, മാഡം നമ്മുടെ അടുത്തൊന്നും എത്തൂല്ല കേട്ടോ ഇവർ ചെയ്യുന്ന പണി. ഇവർക്ക് നമ്മൾ മനസ്സിലാക്കിയുള്ള ലെവലിൽ വേസ്റ്റിനെ അവർക്ക് മനസ്സിലാക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഡിസിപ്ലിൻ, ഭയങ്കര ഡിസിപ്ലിനാണ്. ആ സിസ്റ്റം അവർ ചെയ്യുന്നത് അപൂർണമാണെങ്കിലും ആ ചെയ്യുന്നതിൻ്റെ ഒരു ആ സിസ്റ്റം പക്കയാക്കിയിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ വീഴ്ച വരുന്നത്. അപ്പോൾ സാധ്യതകളും പോളിസിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് തരംതിരിക്കുന്ന ഈ ജനകീയാസൂത്രണത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളെ നമ്മൾ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരുടെ ഉത്തരവാദിത്വമായിട്ട്, അത് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ അന്ന് ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഇതൊന്നും കണ്ടിരുന്നില്ല. ഇപ്പം 94 ഇപ്പം ഇതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നു സാനിറ്റേഷൻ, വേസ്റ്റ് മാനേജ്മെൻറ്റ് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ നോക്കുന്നത്. അത് പറഞ്ഞിട്ട് അത് ഹാപ്പി ആയിട്ട് അങ്ങ് വിട്ടിട്ട് പോയി. ഇപ്പോൾ നമ്മളിത് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ബ്രഹ്മപുരത്തിലോട്ട് വരുന്നത്. ബ്രഹ്മപുരം വരുന്നതിൻ്റെ എത്രയോ മുൻപ് 2019-20 മുതൽ തന്നെ നമ്മൾ വേസ്റ്റിൻ്റെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള ഒരു ഇടപെടൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തത് മുഴുവനും അജൈവ മാലിന്യത്തിലായിരുന്നു. അപ്പം 2 തരത്തിലുള്ള രീതികളാണ് കേരളം അവലംബിച്ച് വന്നത്. ഒന്ന് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാന്റുകൾ ഉണ്ടാക്കുക. അത് 10 സ്ഥലങ്ങളിൽ അത്തരം പ്ലാന്റുകൾ ഉണ്ടാക്കാനായിട്ടുള്ള പ്രോജക്റ്റുകൾ കൊണ്ടുവന്നു. അത് വളരെ വിപുലമായിട്ടുള്ള ഗ്ലോബൽ ടെൻഡർ കൊണ്ടുവന്ന് ആളുകളെ കണ്ടു, കൺസെഷനറെ കണ്ടു. ഇത് നടത്തിക്കൊണ്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ WTE എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, വേസ്റ്റ് ടു എനർജി പ്ലാന്റിന് ഒരു ബാങ്കും പൈസ കൊടുക്കുന്നില്ല. ബാങ്ക് പൈസ കൊടുക്കാത്തത് എന്തുകൊണ്ട്? ഇത് ബിസിനസ് എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ സക്സസ്ഫുൾ ആയിട്ട് നടത്തി കാണിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അത് എന്നിരുന്നാലും നമ്മൾ പുഷ് ചെയ്യുന്നു, കാരണം പരിഹാരം ഉണ്ടാക്കണമല്ലോ. അവരോട് പറഞ്ഞു, നിങ്ങൾ സ്ഥലം കണ്ടെത്തണം, നിങ്ങൾ പ്രോജക്റ്റ് വെക്കണം, നിങ്ങളത് നടപ്പിലാക്കണം, അതിനു വേണ്ടിയുള്ള സാങ്കേതിക വിദ്യ ഞങ്ങൾ തരാം, അതിനുള്ള ആൾക്കാരെ ഞങ്ങൾ കൊണ്ടുവരാം, ഞങ്ങൾ പുറത്തുനിന്നുള്ളവരെ കൊണ്ടുവരാം, എല്ലാം നമ്മൾ ചെയ്തതിന് ശേഷം ഒരൊറ്റ തദ്ദേശ ഭരണ സ്ഥാപനത്തിന് പ്രോജക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അവർ പ്രോജക്റ്റ് എവിടെ കൊണ്ടുവെക്കുന്നോ അവിടെ സമരം ഉണ്ടാകുന്നു. അപ്പം നമ്മൾ പറഞ്ഞു, എന്നാൽ ശരി, നാട്ടുകാരും വീട്ടുകാരും ഒക്കെയുള്ള സ്ഥലങ്ങൾ വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, ക്വാറി പിടിച്ചാലോ? ആർക്കും വേണ്ടാത്തതല്ലേ, ഇപ്പം ഉപയോഗിച്ച് ജീർണിച്ച് ഇനിയിപ്പം ഭൂമിക്ക് തന്നെ വാല്യൂ ഇല്ലാത്ത ക്വാറി. റോഡ് ആക്സസ് ഉണ്ടാകും, നാട്ടുകാരും അടുത്തുണ്ടാവില്ല. ഒരു ക്വാറി ആണെങ്കിൽ പിന്നെ ആൾക്കാർ അടുത്തുണ്ടാവില്ലല്ലോ. അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് കണ്ടുപിടിച്ചിട്ട് അവിടെ നമുക്ക് പ്ലാന്റ് ആക്കി മാറ്റാൻ പറ്റുന്നത് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാം. 700 സ്ഥലങ്ങളല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്. ആ 700 സ്ഥലങ്ങളിൽ നിങ്ങൾ ചോദിക്കൂ, എത്ര എണ്ണം ഞങ്ങൾക്ക് പ്രോജക്റ്റാക്കി മാറ്റാൻ പറ്റിയെന്ന്? 0. എന്തുകൊണ്ട്? സമ്മതിക്കില്ല. തദ്ദേശ ഭരണ സ്ഥാപനവും പൊളിറ്റിക്കൽ ബോഡിയാണ്. അവിടെ നാട്ടുകാർ ബഹളം ഉണ്ടാക്കുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു. ഇതിപ്പോൾ പാർട്ടിഭേദമന്യേ പ്രശ്നമുണ്ടാക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഇതിലും ഭേദം ഇപ്പോഴത്തെ കാര്യം നമ്മൾ കലക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളാൽ ചെയ്ത് പേരെടുക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. ദോഷം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ എന്തിനെടുക്കുന്നു? ആർക്കറിയണം നമ്മുടെ നാട് നശിക്കുകയാണെന്ന്? ഇതിന് ആരെല്ലാം ഉത്തരവാദിയാണ്? എല്ലാവരും, നമ്മളെല്ലാവരും തന്നെ. അഡ്മിനിസ്ട്രേഷൻ ഉത്തരവാദിയാണ്, കാരണം അതിൽ പരിഹാരം കാണാൻ പറ്റുന്നില്ല. നാട്ടുകാർ ഉത്തരവാദിയാണ്, കാരണം നോട്ട് ഇൻ മൈ ബാക്ക് യാർഡ് എന്ന് പറയുന്നതിൻ്റെ കംപ്ലീറ്റ് അന്ന് ഉച്ചസ്ഥായി തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സംവിധാനം നമ്മളുണ്ട്. മീഡിയ ഉത്തരവാദിയാണ്, കാരണം അങ്ങനെ വരുന്ന ഓരോ അജിറ്റേഷനും നമ്മൾ വില കൽപ്പിക്കുന്നു. അത് നല്ലൊരു അവസരമാണ്. നമ്മളെ ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷനോ പഞ്ചായത്തിനോ നഗരസഭയോ ഒക്കെ ഇത് താത്തിക്കെട്ടി കാണിക്കാനായിട്ടുള്ള നല്ലൊരു അവസരമാണ്. അപ്പോൾ ഉണ്ടാവുന്ന ഒരു കോൺട്രവേഴ്സി ഉണ്ടാവട്ടെ. ആ കോൺട്രവേഴ്സി കാരണം നമ്മുടെ മക്കൾ, നമ്മുടെ ഭാവി ആണ് നമ്മൾ തുലയ്ക്കുന്നത്. വളരെ പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് എല്ലാവരുടെയും മുമ്പിലേക്ക് മാഡം ഇട്ടിരിക്കുന്നത്. നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നുണ്ടോ എന്ന്. നമ്മളൊക്കെ പഠിക്കുമ്പോഴൊക്കെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ കൂട്ടത്തിൽ, ബേസിക് ഫെസിലിറ്റീസിൻ്റെ കൂട്ടത്തിലാണ്. ഇത് പവറും വെള്ളവും പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, വേസ്റ്റ് മാനേജ്മെൻറ്റിന് ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റി, ഇതൊരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ കാര്യമാണെങ്കിലും നമ്മൾ പണം അടച്ചാൽ മതി, പവറിൻ്റെ കാര്യമാണെങ്കിലും നമ്മൾ പണം, ബാക്കിയെല്ലാം വകുപ്പ് ചെയ്തോളും. പക്ഷേ വേസ്റ്റ് മാനേജ്മെൻറ്റ് അങ്ങനെയല്ല. ഇത് ഓരോരുത്തർക്കും ഓരോ റോളുണ്ട്. സിറ്റിസൺ എന്ന നിലയിൽ ഒരാൾക്ക് റോളുണ്ട്,
അതേപോലെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കുണ്ട്, ലോക്കൽ ബോഡിക്ക് ലോക്കൽ ബോഡിയുടെ റോളുണ്ട്, ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അതിൻ്റെ റോളുണ്ട്. സോ ഇത് ഓരോരുത്തർക്കും ഓരോ റോളുണ്ട്. അപ്പം നമ്മളുടെ റോള് കറക്റ്റായിട്ട് എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് മാഡം ചോദിച്ച ഒരു ചോദ്യം. എന്ത് വന്നു കഴിഞ്ഞാലും അതിനെ സമരം ചെയ്ത് തോൽപ്പിക്കുക എന്ന ഒരു ഇതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഫെസിലിറ്റി ഇല്ലാതെ എങ്ങനെയാണ് പറ്റുക? ഫെസിലിറ്റി വേണം. ഫെസിലിറ്റി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് സ്ഥലം വേണം. ആ സ്ഥലം എടുക്കാൻ ഈ കേരളത്തിൻ്റെ സെറ്റിൽമെൻറ്റ് പാറ്റേൺ വെച്ച് നിങ്ങൾ ബാക്കിയുള്ള രാജ്യത്തും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ മറ്റ് സംസ്ഥാനത്തും ഒക്കെ ഫെസിലിറ്റീസ് വരുന്നതിനെ ഇവിടെ കമ്പയർ ചെയ്തിട്ട് ഇൻഡോറിൽ അങ്ങനെയല്ലേ, അല്ലെ മറ്റ് സ്ഥലത്തൊക്കെ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറയാം, അല്ലെ ദുബായിൽ അങ്ങനെയല്ലേ, അമേരിക്കയിൽ ഇങ്ങനെയല്ലേ, ഈ കമ്പാരിസണാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്നത്. നമ്മളുടെ പ്രത്യേക ഒരു സെറ്റിൽമെൻറ്റ് പാറ്റേൺ, നമ്മളുടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് സ്ഥലം വളരെ പരിമിതമാണ്. പക്ഷേ ആ പരിമിതമായ സ്ഥലത്ത് മാഡം പറഞ്ഞതുപോലെ ആർക്കും വേണ്ടാതെ ഒരു ആളും എല്ലാ റൂളും വെച്ച് നോക്കി തന്നെ ചെയ്യാവുന്ന സ്ഥലത്ത് പോലും വരുമ്പോൾ ആൾക്കാരെ ഇളക്കി വിട്ട് അല്ലെങ്കിൽ അതിന് കൂടെ കൂടുന്നത് ശരിയാണോ എന്നതാണ് ചോദ്യം. ഇതിന് മറ്റൊരു ആസ്പെക്റ്റും കൂടിയുണ്ട്, നമ്മളിതുവരെ ചർച്ച ചെയ്യാത്ത ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് വേസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും വേസ്റ്റ് ആണോ? വേസ്റ്റ് അല്ല എന്ന് ഇപ്പോൾ ലോകം മുഴുവൻ ഈ വേസ്റ്റിനെ വെൽത്തായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു ഇക്കണോമിക് സെക്ടറും കൂടിയാണ്. അപ്പോൾ ആ ഇക്കണോമിക് സെക്ടർ എന്ന നിലയിൽ വേസ്റ്റിനെ നമ്മൾ കേരളം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഒരു ചലഞ്ച് നമ്മളുടെ മുമ്പിലുള്ളത്. ഇപ്പോൾ ഇവിടെ ബിസിനസ് സ്ഥാപനം പല തരത്തിലുള്ള ആൾക്കാർ ഇതിന് മുമ്പിൽ തന്നെയുണ്ട്. ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഒരു ആസ്പെക്റ്റിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ വേണുസാറുണ്ട്, ഞങ്ങൾ ടൂറിസം വളർന്നു വരുന്ന സമയത്ത് ടൂറിസം എൻവയോൺമെൻറ്റിനെ ഭയങ്കരമായിട്ട് എതിർക്കുന്നു എന്ന് പറഞ്ഞ് ശക്തമായി ഇതുപോലെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിനെ ഓവർകം ചെയ്തത് അതേ വടി കൊണ്ട് തന്നെയാണ്. റെസ്പോൺസിബിൾ ടൂറിസം എന്ന ഒരു പോളിസി തന്നെ കൊണ്ടുവന്ന് ഇത് ജനങ്ങൾക്ക് ഇതുകൊണ്ട് ടൂറിസം കൊണ്ട് നമ്മളുടെ ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നു എന്ന് പറയുകയല്ല, അത് കാണിച്ച് കൊടുത്തു. ലോകത്തിന് തന്നെ മാതൃകയായിട്ട് കാണിച്ചു കൊടുത്തപ്പോഴാണ് ടൂറിസം ഇവിടെ ജനം ഒന്നാകെ ആക്സെപ്റ്റ് ചെയ്തത്. ഇവിടെ എന്താ ചെയ്യുന്നത്? വേസ്റ്റ് ഒരു ഇക്കണോമിക് സെക്ടറായിട്ട് എടുക്കുമ്പോൾ നമ്മളിവിടെ നോക്കുന്നതെന്ന് പറയുന്നത് ഹരിതകർമ്മസേന. പക്ഷേ എന്തൊരു വലിയ ഒരു ആശയമാണ്. ഏതാണ്ട് 40,000-ഓളം കുടുംബങ്ങൾ മാസം 10,000-ലധികം തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നവർക്ക് 30,000-40,000 രൂപ പെർ മന്ത് കിട്ടുന്നുണ്ട്. എൻ്റെ വീട്ടിൽ വന്ന് കളക്ട് ചെയ്യുന്ന ചേച്ചിക്ക് 35,000 രൂപ പെർ മന്ത് അവർ കിട്ടുന്നുണ്ട്. അവരുടെ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും, 2 കുട്ടികളെ പഠിപ്പിക്കുന്നതും അവരുടെ ഹെൽത്ത് ഇഷ്യൂ, ഭർത്താവിൻ്റെ ഹെൽത്ത് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതും ഒക്കെ ഈ പണം ഉപയോഗിച്ചിട്ടാണ്. ഈ നമ്മൾ കൊടുക്കുന്ന 100 രൂപ കൊടുത്തുകൊണ്ടാണ്. 100 രൂപ ഉപയോഗിച്ചാൽ അതിന് 50 രൂപ കൊടുക്കാൻ മേല, 100 രൂപ കൊടുക്കാൻ മേല എന്ന് പറയുന്ന ആൾക്കാർ വൈകിട്ടാവുമ്പോൾ, സന്ധ്യയാവുമ്പോൾ തൊട്ട് പിന്നിൽ അല്ലെങ്കിൽ റോഡിൽ കൊണ്ടുപോയി പ്ലാസ്റ്റിക് കത്തിക്കുന്ന ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്ന ഈ ഒരു മനോഭാവം, ഈ മൈ വേസ്റ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഇതും ഒക്കെ ആ ഒരു ഇതും നമ്മൾ വേസ്റ്റ് വേസ്റ്റ് ഈസ് വെൽത്ത് എന്നുള്ള ഇതുമൊക്കെ ആ ഒരു രീതിയിലേക്ക് ഇതിനെ കാണേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇത് നമ്മളുടെ ഡിസ്കഷന് ഓപ്പൺ ചെയ്യണം, 20 മിനിറ്റോളം ഡിസ്കഷന് വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മാഡത്തിന് അവസാനമായിട്ട് ഓക്കെ. സോ ഡിസ്കഷനിലേക്ക് ഉണ്ടാവും. ഇതിന് പല ആസ്പെക്റ്റുകൾ നമ്മൾ പറഞ്ഞു. വേസ്റ്റ് എന്ന അതിനെ പ്രോസസ്സ് ചെയ്യുന്ന കാര്യം, വേസ്റ്റ് ആസ് എൻ ഇക്കണോമിക് സെക്ടർ, അതിൻ്റെ അവസരങ്ങൾ, വേസ്റ്റ് ആസ് എ വേസ്റ്റ് ടു വെൽത്ത് എന്നുള്ള ആശയം സംബന്ധിച്ച് അനുപമ ഇപ്പം നമ്മൾ എടുക്കുന്ന ഇനീഷ്യേറ്റീവും, ഇപ്പോൾ സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ട്, ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്, നമ്മൾ പുതിയൊരു പോളിസി നമ്മളുടെ മുമ്പിലുണ്ട്, എൻ്റർപ്രണർ പോളിസി, പുതിയ ഗ്രീൻ എൻ്റർപ്രണർ പോളിസി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഇത് എന്തൊരു വലിയൊരു അവസരമാണ് നമുക്ക് തുറന്ന് തരുന്നത് എന്നുള്ളതും, അതിൽ തന്നെ നമ്മുടെ ഗവൺമെൻറ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൂറിസത്തിന് റെസ്പോൺസിബിൾ ടൂറിസം കൊണ്ടുവന്നെങ്കിൽ വേസ്റ്റിന് നമ്മളുടെ ലോക്കൽ കമ്മ്യൂണിറ്റിയിൽ തന്നെ അതിൻ്റെ ബെനിഫിറ്റ് അക്രൂ ചെയ്യാൻ പാകത്തിനുള്ള തരത്തിൽ ഹരിതകർമ്മസേന അടക്കം നമ്മുടെ കേരളത്തിൽ തന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ പാകത്തിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം
അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മുടെ മുമ്പിൽ ഇല്ലേ എന്നുള്ള കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ആ ഒരു ഇക്കോണമിയുടെ ആസ്പെക്റ്റിനെ ഞാൻ രണ്ട് ഭാഗമായിട്ട് കാണാം. അപ്പോൾ ഒന്ന് ലൈവ്ലിഹുഡാണ്. അപ്പോൾ ആ ലൈവ്ലിഹുഡിൻ്റെ കാര്യത്തിലാണ്, പ്രത്യേകിച്ച് ലോക്കൽ ലൈവ്ലിഹുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ഫൗണ്ടേഷൻ പാകാൻ പറ്റിയത് നമ്മുടെ സംസ്ഥാനത്തിന് തന്നെയാണ്. അതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് നമ്മൾ കേരളം ചെയ്ത കാര്യങ്ങളെ പറ്റി തന്നെയാണ് നമ്മളിന്ന് പറഞ്ഞു തുടങ്ങുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹരിതകർമ്മസേന 1000-2000 രൂപയിൽ നിന്ന് ഇപ്പോൾ ആവറേജ് 10,000-ന് മീതേക്കും, അതും 25,000-ൽ കൂടുതൽ വരുമാനം കിട്ടുന്ന ഹരിതകർമ്മസേന അംഗങ്ങളുടെ എണ്ണം 10% കൂടുതൽ പോയിരിക്കുന്ന ഒരു സമയത്ത് മീഡിയനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 12,000-ൽ എത്തി നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മളിവിടെ ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ലൈവ്ലിഹുഡിനെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉയർത്തിക്കൊണ്ട് പോകാൻ പറ്റിയെങ്കിലും ഇതിലൊരു കമേഴ്ഷ്യൽ ആംഗിളിൽ വരുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ഡീസെൻട്രലൈസ്ഡ് സംവിധാനങ്ങളെ നമ്മൾ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തെങ്കിലും ഇതിൽ ഒരു സെൻട്രലൈസ് സംവിധാനങ്ങൾ, മീഡിയം ടു ഒരു ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് സംവിധാനങ്ങളും കൂടി വരുമ്പോൾ ഇതിൽ എക്കോണമിയിലേക്ക് പോകേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ആ സാധ്യതകൾ പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്താൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഡീസെൻട്രലൈസ്ഡിൽ നിന്ന് സെൻട്രലൈസ്ഡിലേക്ക് ക്ലസ്റ്റർ ബേസ്ഡ് അപ്രോച്ചിലേക്ക് ഇപ്പോൾ കേരളം നീങ്ങുന്നതിന് വേണ്ടി നടത്തിയിരിക്കുന്ന ചില പ്രവർത്തനങ്ങൾ, കംപ്രസ്ഡ് ബയോഗ്യാസ്, അതുപോലെ തന്നെ വേസ്റ്റ് ടു എനർജി പോലെയുള്ള മേഖലകളിലേക്ക് കേരളത്തിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ചില ഭാഗങ്ങളെങ്കിലും പോകേണ്ടതിൻ്റെ ഒരു ആവശ്യകത നമ്മൾ പറഞ്ഞു. ആ ഒരു ഭാഗം കൂടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എനിക്ക് തോന്നുന്നു ആ ഒരു ഭാഗം നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുക. അപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സമയം തീർന്നതുകൊണ്ട് തന്നെ ഞാൻ നമ്പേഴ്സിലേക്ക് കടക്കുന്നില്ല. മാതൃഭൂമി വലിയൊരു മാതൃക കോഴിക്കോട് കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് മാതൃഭൂമിയിൽ തന്നെ ആരെങ്കിലും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന, എൻ്റെ എടക്കാട് എന്ന് പറയുന്ന ഒരു വളരെ മഹത്തായിട്ടുള്ള ഒരു സംരംഭം 2018 തുടങ്ങി, അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ എടക്കാട് കോഴിക്കോട് പട്ടണത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമത്തിൽ ആ ഗ്രാമം ദത്തെടുത്തതുപോലെ മാതൃഭൂമി കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് കൂട്ടാവുന്ന എല്ലാവരെയും കൂട്ടി ഒരു വലിയൊരു സംരംഭം നടത്തുന്നുണ്ട്. എന്താ, ആ ഒരു ഗ്രാമത്തിലെ വേസ്റ്റ് മാനേജ്മെൻറ്റിന് പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്ത് ഫെസിലിറ്റി ക്രിയേഷനും അതിൻ്റെ പ്രോസസ്സും ഒക്കെ ഇപ്പോഴും മോണിറ്റർ ചെയ്ത് വലിയൊരു മോഡലായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു ഡിസ്കഷൻ ഇന്ന് മീഡിയയുടെ ആൾക്കാരൊക്കെ ഉണ്ട്. മാഡത്തിൻ്റെ ഇതിനകത്ത് പറഞ്ഞു, മീഡിയയുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ ഈ സമയം എന്ന് പറയുന്നത് ഇതൊരു ടേക്ക് ഓഫിനുള്ള സമയമാണ്. നമ്മളെല്ലാ ബാക്ക്ഗ്രൗണ്ടും ഫൗണ്ടേഷനും ഒക്കെ ഇട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇനി അടുത്ത തലത്തിലേക്ക് പോകണമെങ്കിൽ എല്ലാവരുടെയും കൂടിയുള്ള സപ്പോർട്ട് വേണം. കാരണം വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 50% ഉള്ളു ഫെസിലിറ്റി ഒക്കെ ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് വേസ്റ്റ് എത്തിയിട്ടില്ലെങ്കിൽ, ആ വേസ്റ്റ് തരാൻ തയ്യാറായില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? അപ്പോൾ അത് നന്നായി സെഗ്രിഗേറ്റ് ചെയ്ത് അവിടെ കൊണ്ടുവരിക എന്നുള്ളത് മനോഭാവത്തിൻ്റെ ഒരു പ്രശ്നമാണ്. വേസ്റ്റ് ഒരു കൺസേൺ ആയി മാറുക എന്നുള്ളത് മനോഭാവത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു മനോഭാവ മാറ്റം ഉണ്ടാക്കുന്നതിന് ഏറ്റവും വലിയ റോള് വഹിക്കാൻ പറ്റുന്നത് മീഡിയയ്ക്കാണ്. അതിന് മാതൃഭൂമിയുടെ ഈ ഒരു ചർച്ച അതിന് ഉതകും എന്ന പ്രതീക്ഷയോടെ ഈ ഓപ്പൺ ഡിസ്കഷനായിട്ട് ഫ്ലോർ തുറക്കുന്നു. ഗുഡ് ഈവനിങ്. എനിക്കൊരു ശകല ലോങ്ങിഷ് ക്വസ്റ്റ്യൻ ആണ്. ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ആൻ ഇൻട്രോ. 40 years back when I was doing engineering, early 80s, ഞാൻ ഉള്ളൂർ കേശവദാസപുരം കുമാരപുരം വഴി ഡ്രെയിനേജ് ലൈൻ ഇടുന്നു. അന്ന് വി വർ ക്യൂറിയസ്. നമ്മൾ എല്ലായിടത്തും ഇപ്പോൾ നിന്ന് നോക്കുമ്പം 6 ഇഞ്ച് ചെറിയ ലൈൻ ഇടുന്നു, 6 ഇഞ്ചോ 8 ഇഞ്ചോ കണ്ടായിരുന്നു. അപ്പോൾ ക്യൂരിയസ്ലി ഞങ്ങളുടെ കോളേജ് ബസ് വരുന്ന ആ സമയത്ത് ഞങ്ങൾ കുറേ പേര് അവിടെ ചെന്ന് അവിടുത്തെ എൻജിനീയേഴ്സിനൊക്കെ ചോദിക്കുന്നു, നിങ്ങൾ തിരുവനന്തപുരത്ത് ഈ 6 ഇഞ്ചോ 8 ഇഞ്ചാണ് ഇടുന്നത്? അപ്പം ദ സ്റ്റോക്ക് റിപ്ലൈ വാസ്, ഇത് 1960s വേൾഡ് ബാങ്കിൻ്റെ ലോണിന് വേണ്ടി നമ്മൾ പ്രപ്പോസൽ കൊടുത്തു. ലോൺ സാങ്ഷനായി വന്നത് 1980s. വി കാൻ ചേഞ്ച് ദ സ്പെക്. വാട്ട് ഡു വി ഓൾ അണ്ടർസ്റ്റാൻഡ് ഫ്രം ദാറ്റ്? ഒന്ന്, വി ആർ നോട്ട് പ്ലാൻഡ് ഫോർഗെറ്റ് അബൌട്ട് ദ ലോൺ പാർട്ട് ഓഫ് ഇറ്റ്. ഒരു 50-year പെർസ്പെക്റ്റീവിൽ ട്രിവാൻഡ്രം പോപ്പുലേഷൻ എന്തുകൊണ്ട് പ്ലാൻ ചെയ്തില്ല? ഓർ മേ ബി ഈവൻ ഒരു 75 years പെർസ്പെക്റ്റീവിൽ എന്തുകൊണ്ട് ട്രിവാൻഡ്രം പോപ്പുലേഷൻ, എന്തുകൊണ്ട് അർബൻ ഈ അഗ്ലോമറേഷൻ എന്തുകൊണ്ട് നമ്മളെ കൊണ്ട് പ്ലാൻ ചെയ്യാൻ ഒക്കാതെ പോയി? ഐ വിൽ ടേക്ക് ഓഫ് ഫ്രം ദെയർ. ഓക്കെ, ഇന്ന് ചെയ്യുന്നതും ഏതൊരു പെർസ്പെക്റ്റീവിലാണ് ഇത് മുഴുവൻ പറയുന്നത്? വെദർ യു ആർ തിങ്കിങ് ഓഫ് 5 year, 10 year, 25 or 50 year പെർസ്പെക്റ്റീവ്. 1.
My most important question, other than, I don't want to go into the urban agglomeration part of it, is the solid waste. If suppose, question is solid waste. This is a very important. I'm asking from on behalf of CREDAI Kerala. There is a very effective organization under our umbrella as CREDAI Clean City Movement. Okay. Suppose we will come up with a pyrolysis plant. You know, pyrolysis plant is a solid waste heat without the presence of oxygen. So what happens? You will even get carbon credits and get them. There is no pollution. You are converting a solid waste into either a biofuel, and what do you get out of it? And the byproduct can be used for landfills, road tarring, paladin use here. This is what has been followed even in advanced societies like Scandinavian countries following system. It can be used for landfill. Use you can send it across any other place, landfill. Suppose if we come up with a proposal that all gated communities will depend only on a pyrolysis plant, will government be able to give us incentives like electricity at subsidized rates and rest of things, incentives if suppose we set up a plan like that? Yeah, so first thing with regard to why can't we plan long term? അപ്പോൾ ഈ ലോങ് ടേം പ്ലാൻ 50 വർഷം മുമ്പ് നഗരസഭ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ നഗരസഭ ഇപ്പം സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റും പ്ലാൻ ചെയ്യൂല, ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റും പ്ലാൻ ചെയ്യൂല. കാരണം ഇത് രണ്ടും നഗരസഭയുടെ അന്നത്തെ ഒരു പ്ലാൻ ഫ്രെയിംവർക്കിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളായിരുന്നില്ല. ഇതെല്ലാം പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഉത്തരവാദിത്തങ്ങളായിട്ട് വന്നതാണ്. അത് തന്നെ ആ ഉത്തരവാദിത്തങ്ങൾ 2016 കൃത്യമായത്. പക്ഷേ യെസ്, ദർ ഇസ് സർട്ടൻലി എ നീഡ് ഫോർ മച്ച് ലാർജർ ഒരു വിഷൻ, ഒരു പ്ലാനിൻ്റെ ആവശ്യകതയുണ്ട്. ഇൻട്രസ്റ്റിംഗ്ലി ഹവെവർ ഇപ്പോൾ നമ്മൾ പറയുന്നത് ദാറ്റ് പണ്ടത്തെ പോലെയല്ല, തിങ്സ് ചേഞ്ച് സോ ക്വിക്ക്ലി ദറ്റ് യു ഓൾസോ നീഡ് ടു ബി അജൈൽ. അപ്പം അജൈൽ പ്ലാനിങ്ങിൻ്റെ സമയമാണ്. 20-25 വർഷമായിട്ട് ഫ്രീസ് ചെയ്യുന്ന പ്ലാനല്ല, അജൈലായിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാക്കാനായിട്ടുള്ള കഴിവ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നഗരസഭകൾക്ക് ഉണ്ടാവണം. നഗരസഭകളെ ഇപ്പോൾ മെട്രോപൊളിറ്റൻ ഏരിയാസ് ആയിട്ട് നമുക്ക് തിരിച്ചറിയാൻ അത് വളരുമ്പോൾ അത് നഗരസഭയുടെ ബൗണ്ടറി അതിനനുസൃതമായിട്ട് മാറണം. അപ്പോൾ ഇന്ന് ആക്ച്വലി ഇൻ ദ ബജറ്റ് there has been an announcement that Trivandrum, Kochi and Calicut will be made metropolitan area ആയിട്ട് നമ്മൾ കണ്ടുപോകുന്നുണ്ട്. മെട്രോപൊളിറ്റൻ പ്ലാനിങ് കമ്മിറ്റികൾ കൊണ്ടുവരുന്നു. സോ വിച്ച് മീൻസ് ദാറ്റ് അത്തരത്തിലുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സ്ട്രാറ്റജിക് പ്ലാനിങ് ഫോർ ലാർജർ ഏരിയാസ് എന്നുള്ളത് കൊണ്ടുവരാനായിട്ടുള്ളൊരു ശ്രമം നടക്കും. പിന്നെ സെക്കൻഡ്, വാട്ട് യു മെൻഷൻഡ് അബൌട്ട് ദ പൈറോളിസിസ് പ്ലാന്റ്, നമ്മൾ കൺസ്ട്രക്ഷൻ എയർ വെച്ചിട്ട് കൊണ്ടുവന്നിരുന്ന ഒരു സാധനം അത് തന്നെയായിരുന്നു. Our idea was that we wanted to have these kind of big ticket projects that will take big problems. And adinte bhagamayitte varunna endha, one of the things that comes in is tipping fee, which means that we would actually be committing to ഇത്ര tipping fee തരുന്നതിലേക്ക് വേണ്ടിയും ഇത്രയും വേസ്റ്റ്, because depending on the size of the plant എത്രയാണോ വേണ്ടത് വേസ്റ്റ്, ആ വേസ്റ്റ് നമ്മൾ സപ്ലൈ ചെയ്യും എന്നുള്ള ഒരു അണ്ടർടേക്കിംഗ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റും. സോ ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം in actually supporting you to taking on something of this nature. മെഡിക്കൽ സ്റ്റോർ നമ്മൾ സന്ദർശിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന, ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന സാധനം എന്ന് പറയുന്നത് ഡയപ്പർ, അഡൽട്ട് ഡയപ്പറുണ്ട്, കുട്ടികളുടെ ഡയപ്പറുണ്ട്, സാനിറ്ററി പാഡ്സ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഡയപ്പറാണ്. നമുക്ക് നോക്കുമ്പോൾ അത് നിർമ്മാർജ്ജനം ചെയ്യാൻ കുറേ വഴി പറയുന്നുണ്ട്. അതിലൊന്നാണ് നമ്മളത് കുറേ നേരം ഉപ്പിലിട്ട് വെക്കണം, ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കണം, അതിനുശേഷം ജെല്ല് പുറത്തോട്ടെടുക്കണം. ഇത്രയും കഷ്ടപ്പാട് ആർക്കും വർക്കിംഗ് വുമൻസിനൊന്നും ചെയ്യാൻ മേലാത്തതുകൊണ്ട് തന്നെ അവരത് റോഡ് സൈഡിൽ കൊണ്ടുപോയിടുകയാണ്. നമുക്കിതിനെ ശാസ്ത്രമായി എന്തെങ്കിലും നിർമ്മാർജ്ജനം ചെയ്യാനുള്ളൊരു വഴി കണ്ടെത്തുമായിരുന്നെങ്കിൽ അത് നല്ലതായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ഒരു ഐഡിയ എന്ന് പറയുന്നത്, എനിക്ക് തോന്നിയൊരു കാര്യം, നമുക്കിപ്പോൾ ആരെങ്കിലും ഒരു കളക്ഷൻ പോയിന്റ് നമുക്ക് വെക്കാം. അതിനുശേഷം നമുക്ക് വേസ്റ്റ് കൊണ്ട് കൊടുക്കുന്ന ആൾക്കാർക്ക് റിട്ടേൺ ആയിട്ട് എന്തെങ്കിലും വൗച്ചർ, എന്തെങ്കിലും ഒരു സ്മോൾ ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അവർ അവരുടെ കയ്യിലുള്ള വേസ്റ്റ് എന്തായാലും ആ കളക്ഷൻ പോയിന്റിൽ ഇടാൻ മറക്കുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. ആദ്യം തന്നെ ആ ഒരു കുഞ്ഞു മനസ്സിലെ വലിയ തോട്ടിന് ഒരുപാട് നന്ദി പറയുവാണ്. അപ്പോൾ നമ്മുടെ ശരിക്കും
നമ്മുടെ പോളിസി ഡിസ്കഷൻസിൽ എപ്പോഴും വരുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ എങ്ങനെ സമൂഹത്തെ ഇൻസെൻറ്റിവൈസ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിലല്ലെങ്കിൽ നമ്മൾ പല രീതിയിൽ ഇൻസെൻറ്റിവൈസ് ചെയ്യുന്നതിന് ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഫെസിലിറ്റീസ് വരുന്ന സ്ഥലങ്ങളിലുള്ള ജനങ്ങൾക്കുള്ള ഇൻസെൻറ്റീവ്, അതുപോലെ തന്നെ മാലിന്യ സംസ്കരണത്തിലുള്ള പാളിച്ചകളും അതുപോലെ തന്നെ വയലേഷൻസും റിപ്പോർട്ട് ചെയ്യുന്നവർക്കുള്ള ഇൻസെൻറ്റീവ്, ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വേസ്റ്റിനാണെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് ഈ വേസ്റ്റ് എടുക്കുന്ന സമയത്ത് അതിലൊരു തുക കൊടുക്കുന്ന സിസ്റ്റം നമ്മളിപ്പോൾ ഫെബ്രുവരി 1 6 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഈ ഇൻസെൻറ്റിവൈസ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ഒരു വാക്കുകൾ ഞങ്ങളെയും പ്രചോദിപ്പിക്കും. ഇനി നമ്മൾ സാനിറ്ററി വേസ്റ്റ് ഡിസ്പോസലിലേക്ക് കടക്കുകയാണെങ്കിൽ ഇപ്പോൾ സമൂഹത്തിൽ ഇപ്പോൾ ശരിക്കും ശാസ്ത്രീയമായിട്ട് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഡബിൾ ചേംബർ ഇൻസിനറേറ്റേഴ്സ് തന്നെയാണ്. ഇൻസിനറേറ്റേഴ്സ് വഴി കത്തിക്കുക എന്നുള്ളത്. അപ്പം നമ്മളിപ്പോൾ അതിൽ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഒരു പ്ലാന്റ് മാത്രവും ഈ വർഷം 2 പ്ലാന്റ് മാത്രവും ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഏകദേശം 54 പ്ലാന്റോളം സംസ്ഥാനത്ത് മുഴുവനായിട്ടും ഏറ്റെടുത്തിരിക്കുന്ന ഒരു വർഷം, ഒരു പോസിറ്റീവായൊരു വർഷമാണ് ഈ ഒരു സാനിറ്ററി വേസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 54 സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെയുള്ള പ്രോജക്റ്റുകൾ വെച്ചു. അപ്പം ഈ ഒരു തുകയിൽ നിന്നുകൊണ്ട് എതിർപ്പുകളെല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ ഒരു 54 എണ്ണം ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു വർഷത്തെ അടുത്ത വർഷത്തെ ഞങ്ങളുടെ ഒരു പ്രധാന ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി അതിൻ്റെ അപ്പുറത്തേക്കും നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ അതായത് ഒരു ക്ലസ്റ്റർ ബേസ്ഡ് അപ്രോച്ച് വരികയാണെങ്കിൽ ഏകദേശം നമ്മൾ പറയുന്നത് ഒരു ബ്ലോക്കിന് 1 ഒരു മുനിസിപ്പാലിറ്റിക്ക് 1 എന്നുള്ള നിലയിലാണ് നമ്മൾ ഏകദേശം പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ എന്നാലും ചില ചെറിയ മുനിസിപ്പാലിറ്റികളും ബ്ലോക്കും ഒക്കെ എടുക്കുകയാണെങ്കിൽ ക്ലബ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഒരു 150 പ്ലാന്റുകളോളം 150 മുതൽ ഒരു 170 പ്ലാന്റ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കേരളത്തിലെ മുഴുവൻ സാനിറ്ററി വേസ്റ്റും ഡിസ്പോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും അപ്രോക്സിമേറ്റ് ആണ് ജനറേറ്റ് ചെയ്യുന്ന സാനിറ്ററി വേസ്റ്റിൻ്റെ ക്വാണ്ടിഫിക്കേഷൻ അടക്കമുള്ള നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലാനിങ് പ്രോസസ്സ് ഞങ്ങൾക്ക് അതിലേക്ക് ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു 3 ഇരട്ടി ടാർഗറ്റ് ഞങ്ങളുടെ മുന്നിലുണ്ട്. അത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. അതിൻ്റെ കൂടെ ഒന്നുകൂടി ഒന്ന് ആഡ് ചെയ്യാം. ഇത് വരുന്നത് വരെ ബുദ്ധിമുട്ടുണ്ട. കാരണം ഇപ്പോഴും ഇത് കളക്ട് ചെയ്യാനുള്ള ഏജൻസികളെ എംപാനൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആക്രി എന്ന് പറഞ്ഞ ആക്രി ആപ്പ്, അതിനകത്ത് അവർ തിരുവനന്തപുരത്തും കളക്ട് ചെയ്യുന്നുണ്ട്. ചെറിയൊരു ഫീസ് കൊടുത്താൽ മതി. പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊക്കെ അതിൻ്റെ കളക്ഷന് വേണ്ടിയിട്ട് ഏജൻസികളുണ്ട്. ഈ ഏജൻസികൾ കൃത്യമായി സയൻറ്റിഫിക് ആയിട്ട് ഡിസ്പോസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കീൽ എന്ന് പറയുന്ന എറണാകുളത്തുള്ള ഒരു ഏജൻസിയാണ് അത് മാനേജ് ചെയ്യുന്നത്. സയൻറ്റിഫിക് ആയിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് ഇത് വരുന്നത് വരെയുള്ള പ്രോസസ്സും ടൈഡപ്പാണ്. താങ്ക് യു. മാനുവൽ സ്കാവഞ്ചിങ് പോലെയുള്ള പ്രോബ്ലംസിന് കേരളത്തിൻ്റെ തന്നെ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ജെൻ റോബോട്ടിക്സിൻ്റെ ഒക്കെ ബന്ദിക്കൂട്ട് റോബോട്ട്സ് യൂസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പം മാം പറഞ്ഞതുപോലത്തെ 2nd ജനറേഷൻ പ്രോബ്ലംസിന് അതുപോലെയുള്ള ഫ്യൂച്ചർ ഇതിന് നമുക്ക് റോബോട്ടിക്സിനെ യൂസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ റോൾ എന്താ? MS മാനുവൽ സ്കാവഞ്ചിങ് ആക്ട് 2013 പ്രകാരം ഇപ്പം നമ്മൾ മാനുവൽ സ്കാവഞ്ചിങ് എന്നുള്ള രീതിക്ക് മാത്രമല്ല എനി കൈൻഡ് ഓഫ് ഡ്രെയിനിലൊക്കെ പോയി ചെയ്യുന്ന വർക്ക്, സെപ്റ്റിക് ടാങ്കിലോട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്ന അതിനൊക്കെ തന്നെ പ്രൊട്ടക്ഷൻ ഉണ്ടാകണം എന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നോ ടച്ച്. അപ്പം മനുഷ്യരിതായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ പക്ഷേ തൊടാൻ പാടില്ല. ഈ വേസ്റ്റിന് തൊടുന്ന ഇതിൽ നിന്നിട്ടുള്ള ഒരു ഫ്രീഡം കൊടുക്കുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ വർക്ക് എൻവയൺമെൻറ്റ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജെൻ റോബോട്ടിക്സിൻ്റെ ഈ ഒരു ഇൻ്റർവെൻഷൻ വന്നിട്ടുള്ളതും. അപ്പോൾ അത് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, അത് പരിഹരിച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മുടെ എല്ലാ നഗരസഭകളിലും ഈ രീതിയിൽ മെക്കനൈസേഷൻ കൊണ്ടുവന്ന് ഈ നോ ടച്ച് സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടി അതൊന്ന്. 2, ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന കോൺട്രാക്ടേഴ്സൊക്കെ ഇൻഫോർമലാണ്. ഇപ്പം നമ്മൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളുകളല്ല. എന്ന് മാത്രമല്ല ഇവരിൽ പലരും അവർ വർക്കേഴ്സിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മൈഗ്രൻ്റ് വർക്കേഴ്സാണ് പലരും വരുന്നത്. അപ്പോൾ നമുക്ക് കയറിയിട്ട് ഇപ്പോൾ പരിശീലിപ്പിച്ചെടുക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും ഇവരെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർ രജിസ്റ്റർ ചെയ്യിപ്പിച്ച് അവർക്ക് പരിശീലനം കൊടുത്ത് ഈ ഇതിൻ്റെ സഫായി കർമ്മചാരിയുടെ കോർപ്പറേഷനുണ്ട്. ആ കോർപ്പറേഷൻ വഴിയുള്ള ടെക്നിക്കൽ സപ്പോർട്ടിനും അവർക്ക് ഫണ്ടും ലഭ്യമാക്കിക്കൊണ്ട് മൊത്തത്തിൽ ഒന്ന് മോഡേണൈസ് ചെയ്ത് കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടിയുള്ളൊരു ശ്രമം ഇപ്പോൾ ചാലുവാണ്.